ഉണ്ടായിരിക്കണം. ഇന്നലെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന തൈത്രീയ ഉപനിഷത്തും ഈശാവാസ്യ ഉപനിഷത്തും നമ്മൾ ചൊല്ലി ഗുരുസ്തുതിയും ചൊല്ലിയിട്ട് തൈത്രീയ ഉപനിഷത്ത് ചൊല്ലി അതിൻ്റെ അർത്ഥം ഈ പുസ്തകത്തിൽ സാമാന്യമായ അർത്ഥം ഗുരു മുനി നാരായണ പ്രസാദ് കൊടുത്തിട്ടുള്ളത് എല്ലാവരും കണ്ടിരിക്കും. ഞാനത് ഒന്നുകൂടി അത് വായിച്ച് പരിചയപ്പെടുത്താം. പിന്നെ ഉപനിഷത്ത് പരിചയപ്പെടുത്തുന്നു എന്ന് പറയുന്ന ആൾ പരിചയപ്പെടുകയും കൂടി ആവുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന രഹസ്യം പ്രണവ രഹസ്യമാണ്, ഓങ്കാരത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ നമ്മൾ കേട്ടു തുടങ്ങിയ പ്രപഞ്ചം എന്നുള്ള വാക്കായാലും വിശ്വം എന്നുള്ള വാക്കായാലും ലോകം എന്നുള്ള വാക്കായാലും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമാന്യന് എല്ലാവർക്കും അറിയാം. നാം ഉൾക്കൊള്ളുന്ന, നമ്മുടേതായി നാം അനുഭവിക്കുന്ന ഈ വിധാനീയത ആണ് വിശ്വമായി വികസിത സ്വഭാവത്തോട് കൂടിയ ഈ ദൃശ്യമാനവും ശ്രവണയോഗ്യവും ഇങ്ങനെ എല്ലാ തരത്തിലും നാം അനുഭവിക്കുന്നതിന് നാം വിശ്വമായി പറയുമ്പോൾ കണ്ണുകൊണ്ട് ആലോകനം ചെയ്ത്, ലോചനം കൊണ്ട് ആലോകനം ചെയ്ത് അറിയുന്നതും ആ വിശ്വസ്വരൂപതയെ തന്നെയാണ്. പഞ്ചഭൂതങ്ങളാൽ സംസൃഷ്ടമായ ഈ പ്രപഞ്ചം പഞ്ചപഞ്ചീകൃതങ്ങളാൽ അന്യോന്യം ബന്ധപ്പെടുകയും അങ്ങനെ അതിൻ്റെ ഏകാത്മകത നിലനിർത്തിക്കൊണ്ട് ഭിന്ന ഭിന്ന സ്വഭാവങ്ങളോടും ഭാവങ്ങളോടും അതിൽ വെവ്വേറെ എന്ന പോലെ എങ്ങനെയെല്ലാം പ്രവർത്തിച്ച്, ഞാൻ പറയുന്ന ചരാചര ആയിട്ടുള്ള എല്ലാത്തിനെയും സംബന്ധിച്ചാണ് അതിന് പ്രപഞ്ചം എന്ന് പേര് കൊടുക്കുമ്പോഴും എല്ലാം ഒരേ ഒരു ലോക അനുഭവത്തെ തന്നെയാണ് എന്ന് പറയുകയുണ്ടായി. ആ ലോക അനുഭവം ഉണർന്ന് അറിഞ്ഞ് അനുഭവിക്കുന്നതിനെയാണ് ആത്മസ്വരൂപതയുടെ ഇപ്പുറത്തെ വശം, അതായത് ദ്രഷ്ടാവിൻ്റെ വശം. അതുവരെ പറഞ്ഞു വന്നത് ദൃശ്യത്തിൻ്റെ വശം. ആ അനുഭവമായി തീരുന്നത് ദർശനം. ഇതാണ് ത്രിപുടിയും ത്രിപുടി പൊടിയുന്ന രഹസ്യവും. ത്രിപുടി മുടിയുന്ന രഹസ്യവുമാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രപഞ്ചത്തിൽ നാം വസിക്കുമ്പോൾ അതിൻ്റെ രഹസ്യം ആകെ നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചമായാലും അതിന് ഓരോ വിധത്തിൽ, ഓരോ പ്രകാരത്തിൽ, ഓരോ സമയത്ത്, ഓരോ ഭാവത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും അതുമായിട്ടുള്ള അഭിന്നതയെ വേണം, ഏകാത്മക
ഏകാത്മകത എന്ന് പറയുന്നത്. അത് ആത്മോപദേശത്തിൽ അറിവും അറിഞ്ഞിടും അർത്ഥവും പൂമാൻ തന്നെ അറിവും. ഇതാണ് ത്രിപുടി. അറിവും അറിഞ്ഞിടും അർത്ഥവും പൂവാൻ തന്നെ അറിവും പറഞ്ഞിട്ട് ഈ ത്രിപുടി മുടിയുന്ന സ്വഭാവം പറയണം. ആദിമഹസ് മാത്രമാകും, ആദിമഹസ് മാത്രമാവും എന്ന് പറയുന്നത് ഒരിക്കൽ ഉണ്ടായതെന്നല്ല. നാം ആദ്യമായി കണ്ടു തുടങ്ങുന്നത്, ആദ്യമായി അനുഭവിച്ചു തുടങ്ങുന്നത് അപ്പോഴേ ഉണ്ടായിരുന്നതാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇവിടുന്ന് ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു രേഖ വരയ്ക്കുന്നതിന് ഒരു പോയിന്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഉള്ള ഒരു ആദിയല്ല അവിടെ പറയുന്നത്. ഉള്ളതാണ് അത് ആദി അന്തരഹിതമാണ്, ആദ്യന്തരഹിതമാണ്. എങ്കിലും ഒരു പോയിന്റ് കൊണ്ടുവരാതെ, നമ്മുടെ ദൃഷ്ടി ഉറപ്പിക്കാതെ, ഒരു ആളൊരു സർക്കിൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളിന് പെൻസില് അല്ലെങ്കിൽ അത് ഒരു ഭാഗത്ത് തൊട്ട് ആരംഭിക്കാൻ പറ്റുമോ? സ്വാഭാവികമായും ആ തൊടുന്ന ബിന്ദുവിൽ തന്നെ ആ സർക്കിൾ എത്ര അതിന്റെ സർക്കംഫറൻസ് എത്ര വലുതായിരുന്നാലും അവസാനിക്കുന്നതും ആരംഭിച്ച ആ ബിന്ദുവിൽ തന്നെ ആയിരിക്കും. ധ്യാനാത്മകമായി മനസ്സിലാക്കണം. സംഗതി ഇത്രയേ ഉള്ളൂ. അദ്വൈതം എന്ന് പറയുന്നത് ഇതിനെല്ലാം അപ്പൊ അങ്ങനെയാണ് അവിടെ അറിവും അറിഞ്ഞിട്ട് തന്നെ അറിവും ഒരാദിമഹസ് മാത്രമാകും. എന്നിട്ട് വിരളത വിട്ടു വിളങ്ങും. ഏതൊരു തരത്തിലുള്ള വൈരല്യവുമില്ല, മുറിവുമില്ല, ശോഷണവുമില്ല, ഒരു തരത്തില് ക്ഷതപ്പെടുത്തുന്ന ഹാനികരമായ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അത് ത്രൂ എന്ന് പറയുന്ന വിധത്തിൽ എങ്ങും നിറഞ്ഞ് വ്യാപകമായി സ്ഥിതി ചെയ്യുന്ന അമഹത എന്ന് ഗുരു പഠിപ്പിക്കുന്നുണ്ട്. ത്രിപുടിയെ കാണിക്കുന്നുണ്ട്. ത്രിപുടി മുഴിഞ്ഞ് തെളിഞ്ഞ് വിളങ്ങുന്ന ദീപമായിട്ട് വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ഗുരു കാണിക്കുന്നുണ്ട്. ആ സംഗതികളെല്ലാം വെളിപ്പെടുത്തുമാറാണ് ഇന്നലെ നമ്മൾ ആദ്യം വായിച്ച തൈത്രിയോ ഉപനിഷത്തിന്റെ ഒരു ഭാഗം നമ്മൾ വായിച്ചത്. അപ്പം അതിൽ കൊടുത്തിരിക്കുന്ന മന്ത്രങ്ങൾ വായിച്ച് ഒരു വിശദീകരണം പോലെ പറയാം. പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. വരുണന്റെ സുപ്രസിദ്ധനായ പുത്രൻ ഭൃഗു തൻ്റെ അച്ഛനായ വരുണന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ഇതാണ് സംഭാഷണം അച്ഛനും മകനും. പഴയ കാലങ്ങളിൽ അച്ഛൻ തന്നെയാണ് മകനെ വിദ്യകൾ അഭ്യസിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് അധികവും ഉണ്ടായിരുന്നത്. ഇവിടെ ജ്ഞാനിയായ അച്ഛൻ പുത്രനെ പഠിപ്പിക്കുകയാണ്. അതാണ് സന്ദർഭം. ഭൃഗുവാണ് പുത്രനും ശിഷ്യനും. വരുണനാണ് ഗുരുവും പിതാവും. അപ്പൊ പിതാവിനായ വരുണന്റെ അടുത്ത് ചോദിച്ചു, ഭഗവാൻ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ച് തന്നാലും. ആര് ചോദിച്ചു? ഭൃഗു പിതാവും ഗുരുവുമായിട്ടുള്ള വരുണനോട് ചോദിച്ചു, എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ച് തന്നാലും. അപ്പോ പിതാവ് പറയുകയാണ്, അന്നം പ്രാണൻ ചക്ഷുസ്. ചക്ഷുസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാണ്. പക്ഷെ ചക്ഷുസ് എന്ന് പറയുമ്പോൾ കുറെ കൂടി ആന്തരികമായ ആ കാന്തി പ്രഭാവം കൂടി അതിനകത്ത് വരും. അതുകൊണ്ട് പിന്നീട് മനസ്സിലാവും. അന്നം പ്രാണൻ ചക്ഷുസ് ശ്രോത്രം ചെവി മനസ്സ് വാക്ക് ഇവ തന്നെയാണ് അത്. ബ്രഹ്മജ്ഞാനം ചോദിച്ചപ്പോഴും അതിന്റെ ഉപദേശം പറഞ്ഞു തുടങ്ങിയ അച്ഛൻ എന്ത് പറയുന്നു? മകനെ, അന്നം ബ്രഹ്മമാണ്, പ്രാണൻ ബ്രഹ്മമാണ്, ചക്ഷുസ് ബ്രഹ്മമാണ്, ശ്രോത്രവും ബ്രഹ്മമാണ്, മനസ്സും ബ്രഹ്മമാണ്, വാക്കും ബ്രഹ്മമാണ് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വീണ്ടും അവനോട് പറഞ്ഞു,
ഇത് വിശദീകരണം ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു കാരുണ്യപൂർവ്വം. ഏതൊന്നിൽ നിന്നാണോ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത്, ജനിച്ചവയെല്ലാം ഏതൊന്നുകൊണ്ടാണോ ജീവിക്കുന്നത്, വിനാശകാലത്ത് ഏതൊന്നിലാണോ എല്ലാം നിവേശിക്കുന്നത്, അപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജനനം, നിലനിൽപ്പ് എന്ന് വെച്ചാൽ ജീവിതം, അത് കഴിഞ്ഞ് ജീവിത അവസാനമായി നാം സങ്കല്പിക്കുന്ന മരണം, ഇതെല്ലാം ഒരു സത്യത്തിൽ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം. ജനിച്ചവയെല്ലാം ഏതൊന്നിൽ നിന്നാണോ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത്, എല്ലാ സമസ്ത ജീവജാലങ്ങളെയും ചേർത്താണ് പറയുന്നത്, മനുഷ്യരെ മാത്രമല്ല. അതാണ് ഋഷിമാരുടെ ദർശനവും മനോഭാവവും. അടുത്ത വാക്കിനത് വ്യക്തമാകും. ഏതൊന്നിൽ നിന്നാണോ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത്, ജനിച്ചവയെല്ലാം ഏതൊന്നു കൊണ്ടാണോ ജീവിക്കുന്നത്, അതാണ് ജീവിക്കുവാൻ ഉപാധിയായി നാം എന്തെല്ലാം കാണുന്നുവോ ആ കാണുന്നതിന് ആധാരമായിരിക്കുന്ന സത്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഏതൊന്നു കൊണ്ടാണോ എല്ലാ ജീവജാലങ്ങൾ ജനിച്ചവയെല്ലാം ജീവിക്കുന്നത്, വിനാശകാലത്ത് ഏതൊന്നിലാണോ എല്ലാം നിവേശിക്കുന്നത്, അതിനെയാണ് അറിയേണ്ടത്. അതുതന്നെയാണ് ബ്രഹ്മം എന്നാണ്. ഇവിടെ എല്ലാം സിംഗുലറാണ്. ഏതൊന്നിനെയാണോ അറിയേണ്ടത്, അപ്പൊ അറിവുകളെ അറിയാൻ പറയുന്നില്ല, ഒരറിവിനെ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് നടരാജ ഗുരുവിന് ഇത്രയും ബൃഹത്തായ നാരായണ ഗുരുവിനെ കുറിച്ച് സമഗ്രമായി അവതരിപ്പിക്കുവാൻ ഇന്നോളം കഴിഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മഹനീയമായ കൃതി എഴുതുമ്പോൾ അതിൻ്റെ ഹെഡിങ്ങായി കൊടുത്തിരിക്കുന്നത്, തലവാചകമായി കൊടുത്തിരിക്കുന്നത് ദി വേർഡ് എന്നാണ്. ഗുരുവിന് എത്രയോ ആയിരം വാക്കുകൾ ആ പുസ്തകത്തിലുണ്ട്. എന്തുകൊണ്ട് ഗുരു ദി വേർഡ് എന്ന് കൊടുത്തു? അത് നമ്മൾ ചിന്തിക്കണം. അത് ആ ഒന്ന് എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപം തന്നെയായിരിക്കുന്ന ഓങ്കാരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് നമ്മുടെ അറിവിന്റെ ശേഖരമായി കൽപ്പിക്കുന്ന ഋഗ്വേദമായാലും ഋഗ്വേദം ആരംഭിക്കുന്നത് ഓം എന്ന പ്രണവ മന്ത്ര അക്ഷരത്തോടു കൂടിയാണ്. അറിവിന്റെ വാക്കുകളുടെ ഇറുക്കെന്ന് വെച്ചാൽ വാക്കുകൾ ആയി ഈ പ്രപഞ്ചം ആവിഷ്കൃതമാവുമ്പോൾ, വാഗ്മയമാവുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഷാരൂപമാണ് ഋഗ്വേദം. അത് ഓങ്കാരത്തിൻ്റെ വിശദീകരണമാണ്. അപ്പൊ അറിഞ്ഞാൽ പോരല്ലോ, അനുഭവിക്കണമെങ്കിൽ ചെയ്യണം. അപ്പൊ യജുർവേദം വന്നു. യജുസ് എപ്പോഴാണ് കർമ്മം യജ്ഞമായി മാറുന്നത്? അതിൽ സ്വാർത്ഥലാഭം, സ്വാർത്ഥത അല്ലെങ്കിൽ കാമ്യം എന്നുള്ളത് വിട്ടുപോയിട്ട് പരാർത്ഥമായി തീരുമ്പോൾ അത് യജ്ഞമായി തീരും. ആ പാടി ആനന്ദിക്കുവാനുള്ള ഗാനങ്ങളായി, ഗീതങ്ങളായി തീരുകയാണ് ആ സൂത്രം. അങ്ങനെ സാമവേദം പാടി പാടി ആനന്ദിക്കുവാനുള്ള ആനന്ദലഹരിയാക്കി മാറ്റുന്നുണ്ട്. അതും ഓങ്കാരം എന്ന് പറയുന്ന പ്രണവത്തിൻ്റെ ആ തരത്തിലുള്ള വിശദീകരണമാണ് എന്ന് അറിയാൻ കഴിയും. അടുത്ത അസ്രവവേദം വരുന്നു. മാണ്ഡ്വികോപനിഷത്തെല്ലാം ഉൾക്കൊള്ളുന്ന, കൂടുതലും ജ്ഞാനകാന്ത പ്രധാനമാണ് അതിൽ ഉള്ളതെങ്കിലും അതിൽ പല കർമ്മങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അതിൽ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും വരുന്നുണ്ട്. അതിനെ നാലാമത്തേതെന്ന് മാറ്റുകയും കുറേ കാലം അതിനെ വേദങ്ങളുടെ ലോകത്ത് നിന്ന് തള്ളപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചരിത്രപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ പ്രണവത്തിൻ്റെ മാഹാത്മ്യം പറയാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അത് ഉച്ചരിച്ചു കൊണ്ട് പറയുന്നു, അന്നം ബ്രഹ്മമാണ്. അതുപോലെ ചക്ഷുസ്, ശ്രോത്രം, മനസ്സ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ആ പുത്രൻ ഈ ശബ്ദം കേട്ടുടനെ സമാധാനപ്പെട്ട് ഞാൻ അറിഞ്ഞവനായി
എന്ന് നടിക്കുന്നില്ല. എനിക്ക് അനുഭവമായില്ലല്ലോ, പിതാവ് എന്നെ ഉപദേശിച്ചല്ലോ, അത് എന്താണെന്നറിയണം, അതിന് തപസ്സനുഷ്ഠിക്കണമെന്ന് എൻ്റെ ആവശ്യകത വന്നു. തപസ്സനുഷ്ഠിച്ചു. ഈ അച്ഛൻ്റെ ഉപദേശം അനുസരിച്ച് മകൻ തപസ്സനുഷ്ഠിച്ചു. തപസ് അനുഷ്ഠിച്ചിട്ട് എന്തു പറഞ്ഞു? ആ അനുഭവം പറയുകയാണ്, അച്ഛാ, അന്നം ബ്രഹ്മേതി വിജാനാത് അന്നാദേവ ഖലുമാനി ഭൂതാനി ജായന്തേ അന്നേന ജാതാനി ജീവന്തി അന്നം പ്രയന്ത്യപി സംവിശന്തി താസ്തിജ്ഞായ പുനരേവ വരുണം പിതരമുപസസാര അതീഹി ഭഗവോ ബ്രഹ്മേരി തം ഹോവാച തവസ ബ്രഹ്മ വിജിജ്ഞാസസ്വ തവോ ബ്രഹ്മേരി സ തപോ അപ്യത സ തപസ്തപ്ത. അന്നമാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കി പുത്രൻ തപസയിൽ നിന്ന് മനസ്സിലാക്കിയത് പറയുകയാണ്. അന്നം ആണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കി. അന്നത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത്. ജനിച്ചവയെല്ലാം അന്നം കൊണ്ട് ജീവിക്കുന്നു. അന്നത്തിൽ തന്നെ അവയെല്ലാം അവസാനം വിലയിക്കുന്നു. അച്ഛൻ പറഞ്ഞത് അതേ കാര്യം തന്നെ. അന്ന ബ്രഹ്മജ്ഞാനത്തിന്റെ സ്ഥാനത്ത് എങ്ങനെയാണെന്നുള്ള മകന്റെ തപസ്സനുഷ്ഠിച്ചിട്ടുള്ള അനുഭവജ്ഞാനം പറയുമ്പോൾ ആ ക്രമത്തിന് തന്നെ പറയുന്നു. അന്നത്തിൽ നിന്ന് ജനിക്കുന്നു, അന്നത്തിൽ കൂടി വളരുന്നു, അന്നത്തിൽ തന്നെ അത് അവസാനിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നാലും അവിടെ പുത്രൻ നിർത്തുന്നില്ല. അന്നം പ്രാണൻ എന്നൊക്കെ അച്ഛൻ പറഞ്ഞില്ല. അതുകൊണ്ട് വീണ്ടും ആ അനുഭവം അറിയിച്ച് അച്ഛനെ സന്തോഷിപ്പിച്ചിട്ട്, എന്നുവെച്ചാൽ അടുത്തത് എനിക്ക് പറഞ്ഞു തരുവാൻ അച്ഛനോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് ഇത്രയും മനസ്സിലായി എന്നായിരിക്കാം ഭാവം. അതുകൊണ്ട് പറയുന്നു, എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നാലും അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ തപസ് കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാൻ ശ്രമിക്കുക. തപസ്സാണ് ബ്രഹ്മം എന്ന് കൂടുതൽ നമ്മുടെ തിയറി എന്ന് പറയുന്നതിൽ നിന്ന്, ജ്ഞാനമെന്ന് പറയുന്ന ഒന്നിൽ നിന്ന് അനുഭവ വിദിതമായ വിജ്ഞാനത്തിലേക്ക് ഗുരു പുത്രനായ ശിഷ്യനെ നയിക്കണമെങ്കിൽ ശിഷ്യനായ പുത്രനെ നയിക്കണമെന്ന് പറഞ്ഞിട്ട് നീ തപസ് കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ അത്രയും മനസ്സിലാക്കാം. എന്നിട്ട് പറയുന്നു തപസ്സാണ് ബ്രഹ്മം എന്ന്. അപ്പൊ നേരത്തെ പറഞ്ഞതിൽ നിന്ന് അല്പ വ്യത്യസ്തമായ ഒരു അനുഭവം അവിടെ കിട്ടും. തീർത്തും പറയുന്നു തപസ്സാണ് ബ്രഹ്മം എന്ന്. അവൻ തപസ് ചെയ്തിട്ട് അടുത്തത് പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, പ്രാണോ ബ്രഹ്മേരീവ ജാനാത് പ്രാണാദേവ ഖലിമാനി ഭൂതാനി ജായന്തേ പ്രാണേന ജാതാനി ജീവന്തി പ്രാണം പ്രയന്ത്യഭിസംവിശന്തി തദ്ജ്ഞായ പുനരേവ വരണം പിതരമുപസസാര അതീഹി ഭഗവോ ബ്രഹ്മേരി തം ഹോവാച തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ തവോ ബ്രഹ്മേരി സതപോ അതപ്യത സതപസ്തപ്ത്വാ. പ്രാണനാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ടെന്നാൽ പ്രാണനിൽ നിന്ന് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത്. ജനിച്ചവയെല്ലാം പ്രാണനെ കൊണ്ട് ജീവിക്കുന്നു. പ്രാണനിൽ തന്നെ അവയെല്ലാം അവസാനം വിലയിക്കുകയും ചെയ്യുന്നു. ഇത്രയും അറിഞ്ഞിട്ട് അവൻ വീണ്ടും അച്ഛനായ വരണന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഭഗവൻ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ച് തന്നാലും. അതാണ് ഈ പെട്ടെന്ന് അല്പം കൊണ്ടോ അല്പ അനുഭവം കൊണ്ടോ ഒന്നും അവർ നിർത്തുമില്ല. അവസാനം വരെയും അവരുടെ സഞ്ചാരം ഒരു നല്ല ജിജ്ഞാസ അവസാനം വരെയും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അച്ഛൻ പറയുന്നു, നീ തപസ് കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാൻ ശ്രമിക്കുക. തപസാണ് ബ്രഹ്മം. അപ്പൊ രണ്ടാമത്തെ സംഗതി പറയുമ്പോൾ വേറൊന്നും പറയുന്നില്ല, തപസാണ് ബ്രഹ്മം, നീ അതനുഷ്ഠിക്കുക എന്നേ പറയുന്നുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനോബ്രഹ്മേരി വിജാനാത് മനസോഹ്യവധീമാനി ഭൂതാനി ജായന്തേ മനസാ ജാതാനി ജീവന്തി മനപ്രയന്ത്യപി സംവിശന്തി തദ്ജ്ഞായ പുനരേവ വരുണം വിതരമുപസസാര അതീഹി ഭഗവോ ബ്രഹ്മേരി തം ഹോവാച
തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ തപോ ബ്രഹ്മേനി സതപോ അതപ്യത സതപസ്തത്വ. മനസ്സാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കി കുറെ കൂടി സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പോവുകയാണ്. മനസ്സിൽ നിന്ന് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത്. നമുക്ക് ഊഹിക്കാം. ഏതൊരു സൃഷ്ടിക്ക് മുമ്പും ആ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാകേണ്ടയോ, ഇതൊക്കെ നമുക്ക് അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വ്യക്തി. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാവർക്കും ചിന്തിക്കാവുന്നതല്ലേ. ജനിച്ചവരെല്ലാം മനസ്സുകൊണ്ട് തന്നെ ജീവിക്കുന്നു, മനസ്സിൽ തന്നെ അവയെല്ലാം വിജയിക്കുകയും ചെയ്യുന്നു. ഇത്രയും അറിഞ്ഞിട്ട് അവൻ വീണ്ടും അച്ഛനായ അരുണന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഭഗവൻ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നാലും. അദ്ദേഹം അവനോട് പറഞ്ഞു, നീ തപസ് കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാൻ ശ്രമിക്കുക. തപസ്സാണ് ബ്രഹ്മം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തപസ് 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 അത് കോൺസ്റ്റന്റായി പോവുകയാണ്. അതിന് മുറിവില്ല. മറ്റു കാര്യങ്ങൾ ഇങ്ങനെ അന്നം പ്രാണം മനസ്സിങ്ങനെയൊക്കെ വരുന്നുണ്ട്. ആ തപസ്സിന് മുറിവില്ല. അത് ശ്രദ്ധിക്കണം. നീ തപസ് കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാൻ ശ്രമിക്കുക. തപസ്സാണ് ബ്രഹ്മം. അവൻ തപസ് ചെയ്തിട്ട് വിജ്ഞാനം ബ്രഹ്മേതി വിജ്ഞാനാത് വിജ്ഞാനാദേവ ഖനിമാനി ഭൂതാനി ജായന്തെ വിജ്ഞാനേന ജാതാനി ജീവന്തി വിജ്ഞാനം പ്രയന്തി അഭിസന്ധീതി തദ്വിജ്ഞായ പുനരേവ വരുണം വിതരമുപസസാര അതീപകോ ബ്രഹ്മേനി തം ഹോവാച തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ തവോ ബ്രഹ്മേനി സതവോ അതപ്യത സതപസ്തത്വ. വിജ്ഞാനമാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ടെന്നാൽ വിജ്ഞാനത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത്. ജനിച്ചവയെല്ലാം വിജ്ഞാനം കൊണ്ട് തന്നെ ജീവിക്കുന്നു. വിജ്ഞാനത്തിൽ തന്നെ അവയെല്ലാം അവസാനം വിജയിക്കുകയും ചെയ്യുന്നു. ഇത്രയും അറിഞ്ഞിട്ട് അവൻ വീണ്ടും അച്ഛനായ വർണ്ണന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഭഗവൻ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നാലും. അദ്ദേഹം അവനോട് പറഞ്ഞു, നീ തപസ് കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടുക. തപസ്സാണ് ബ്രഹ്മം. അവൻ തപസ് ചെയ്തിട്ട് നോക്കണം. മോനും ചില്ലറക്കാരനല്ല. മോനും ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ, എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നാലും. അച്ഛനും അത് പറയുന്നു, നീ തപസ് ചെയ്യുക. ബ്രഹ്മജ്ഞാനം തപസ് എന്നുള്ളത് മുറിവില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്കും എപ്പോഴും സ്വീകാര്യമാണ്. ഈ വിഭാഗം നിർത്തുന്നു. ഇനി ഗുരുവിന്റെ വാക്കുകൾ കേൾക്കാൻ പോകും.